ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ലാതെ ഒരു എഗ് ചില്ലിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നല്ല ടേസ്റ്റോട് കൂടി തന്നെ ആ എഗ് ചില്ലി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ക്യാപ്സിക്കായി ഒരു സവാള 2 പച്ചമുളകും കൂടെ ആദ്യമേ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇത് കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതേപോലെ ഒന്ന് അടച്ച് അങ്ങോട്ട് ഇടും. ഇതേപോലെ എതലായിട്ടൊന്ന് നടത്തിയെടുക്കുക. ഒരു ക്യാപ്സിക്കം, ഇപ്പം ക്യാപ്സിക്കയുടെ ആ കുരുവെല്ലാം കളഞ്ഞ ശേഷം നമുക്കിത് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കും. ഇനി നമുക്ക് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഞാനൊരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഒരു നുള്ളു ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കും. ഇപ്പോൾ എഗ് ചില്ലിക്കുള്ള സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അടുപ്പൊന്ന് കത്തിയ ശേഷം ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ പാൻ ചൂടായതിന് ശേഷം ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ മുട്ട അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അവിടെ മുറിച്ച് ഈ 2 സൈഡും ഇതേപോലെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് മുറിച്ച് ചട്ടവും കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മുറിച്ചങ്ങോട്ട്. ഇതേപോലെ ഒന്ന് മുറിച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇത് മാറ്റി വെക്കുകയാണ്. വേറെ ഒരു പാൻ എടുത്തിട്ട് നമ്മൾ ആ അടുപ്പിലോട്ട് വെക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം ഓയിലൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയാണ്. ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഈ പച്ചമുളക് 1-2 പച്ചമുളക് ഇപ്പോൾ എരിവിന് ആവശ്യത്തിന് എടുത്തോണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ഇതിപ്പം ചെറുതാണെങ്കിൽ 2 എടുക്കുക കേട്ടോ. ഇത് വലിയ സബോള ഞാൻ 1 എടുത്തിട്ടുള്ളൂ. അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. സബോള അങ്ങോട്ട് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചൈനീസ് ഫുഡ് തന്നെയാണെന്ന് തോന്നുന്നു. കാര്യം എന്നാ പറയുക, ഇതൊന്നും അധികം വേകേണ്ട കാര്യമൊന്നുമില്ല. സബോള ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വാട്ടി വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഈ ക്യാപ്സിക്കം കൊണ്ടിട്ടു. അതിനുശേഷം ക്യാപ്സിക്കാതിട്ട് ഒന്ന് ഇളക്കി ഈ ക്യാപ്സിക്കയുടെ ഒരു പച്ച ചുവയുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി. എന്നാൽ ഒത്തിരി വെന്തും പോകല്ലേ. ഈ എഗ് ചില്ലി നമ്മൾ റെഡിയാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നമുക്കെല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയുള്ള ചെറിയ രീതിയിൽ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. മുട്ടയ്ക്ക് നമ്മളൊരു അല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഗ്രേവിക്കുള്ളതും കൂടെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് ഇളക്കി
ഇപ്പോൾ ഈ ക്യാപ്സിക്കായും സവോളയൊക്കെ ദേ നല്ലപോലെ ഒന്ന് വാടി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. 1 ടീസ്പൂൺ അളവിൽ സോയാ സോസാണ് അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ്. ഇനി നമുക്ക് ഗ്രീൻ ചില്ലിയാണ്, അതുകൂടെ ഇതേപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ തീയൊക്കെ ഒരു മീഡിയം രീതിയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ സോസൊക്കെ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ ഈ സോസിൻ്റെ ആ ഒരു ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം ഇനി ഈ മുട്ട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. റെഡിയാക്കി വെച്ചു. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എഗ് ചില്ലി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായതിനു ശേഷം ഞാൻ ഈ അടുപ്പം നിർത്തുകയാണ്. ചെറു ചൂടോട് കൂടി തന്നെ അത് കഴിക്കണം. ഞാൻ പറയുന്നില്ല, പല പിള്ളേർക്കും വലിയവർക്കൊക്കെ ആണെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് ഇതേപോലുള്ള ഐറ്റങ്ങളാണ് അവർ കഴിക്കുന്നത്. വളരെ ആസ്വദിച്ച് കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കും അത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്ത് നോക്കുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.